എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 8ാം ക്ലാസ് ജീവശാസ്ത്രം അതായത് ബയോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ മലയാളം മീഡിയം ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി തന്നെ മലയാളം മീഡിയം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ശേഷം ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതുസവിശേഷത എഴുതുക എന്നതാണ്. ഇവിടെ നീലിരവിയാണ് ഒറ്റപ്പെട്ടത്, മറ്റുള്ളവ വിവിധ ആടിനങ്ങളാണ്. അടുത്ത ചോദ്യം, പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ടപദം പൂരിപ്പിക്കുക എന്നതാണ്. 6 കിങ്ഡം വർഗീകരണം കാൾവൗസ്, 5 കിങ്ഡം വർഗീകരണം റോബർട്ട് എച്ച് വിറ്റേക്കർ. അടുത്തത്, നായ കാനിസ് ഫെമിലിയാരിസ്, ചെന്നായ കാനിസ് ലൂപ്പസ്. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക എന്നതാണ്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ക്യൂണിക്കൾച്ചർ എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ക്യൂണിക്കൾച്ചർ അല്ല, ഹോർട്ടിക്കൾച്ചറാണ് അവിടെ മാറ്റി എഴുതേണ്ടത്. രണ്ടാമത്തെ, ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്നാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്, ചില ജീവികളെ സംബന്ധിച്ച സൂചനകൾ തന്നിരിക്കുന്നു. ഇവ ഉൾപ്പെടുന്ന കിങ്ഡങ്ങളുടെ പേരെഴുതുക എന്നതാണ്. സ്വപോഷികളും സഞ്ചാരശേഷിയില്ലാത്തവയുമായ ബഹുകോശ ജീവികൾ, ഇവ കിങ്ഡം പ്ലാന്റയിലാണ് ഉൾപ്പെടുന്നത്. ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് ഉൾപ്പെടുന്നത്. അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഒരു സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫറ ഇൻഡിക്ക. ഇവിടെ ഒന്നാം പദവും രണ്ടാം പദവും യഥാക്രമം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതാണ്. ആദ്യ പദം മാഞ്ചിഫറ എന്നത് ജീനസിൻ്റെ പേരും രണ്ടാമത്തെ ഭാഗം ഇൻഡിക്ക എന്നത് സ്പീഷീസിൻ്റെ പേരും ആണ്. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ദ്വിനാമ പദ്ധതി. അടുത്തത്, ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ്. ചിത്രം തിരിച്ചറിഞ്ഞ് രോഗാണുവിൻ്റെ പേരെഴുതുക. ഉത്തരം വൈറസ്. ഇത്തരം രോഗാണുക്കളുടെ എന്ത് സവിശേഷതയാണ് ഇവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുടെ വ്യാപനം വേഗത്തിലാക്കുന്നത്? ഉത്തരം ആതിഥേയ കോശത്തിലെത്തിയാൽ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകി ആ കോശത്തെ നശിപ്പിച്ച് പുറത്തു വന്ന് പുതിയ കോശങ്ങളിൽ പ്രവേശിക്കുന്നു. അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. കാർഷിക വിപണിയിൽ ഓൺലൈൻ കൂട്ടായ്മകളുടെ പങ്ക് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സെമിനാറിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന 2 പ്രധാന ആശയങ്ങൾ എഴുതുക എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ ആശയം, ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയും വിലയും മനസ്സിലാക്കി ഉയർന്ന വില വാങ്ങാൻ കഴിയുന്നു. കൃഷിയെ പറ്റിയുള്ള അറിവും അനുഭവവും പങ്കുവയ്ക്കാൻ ഓൺലൈൻ കൂട്ടായ്മകൾ സഹായിക്കുന്നു. അടുത്തത്, കൃഷിയിടത്തിലെ ജീവാണുവളങ്ങളുടെ പ്രയോഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ മാത്രം ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദ്യം. നമുക്ക് ഉത്തരം നോക്കാം. മതിയായ ജലസേചനം ഉറപ്പുവരുത്തുന്നു. മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തുന്നു. വിവിധ ജീവികളുടെ വിവിധ ഘടനാ തലങ്ങൾ ചിത്രീകരിക്കുന്ന ഫ്ലോ ചാർട്ട് തന്നിരിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക എന്നതാണ്. ഇവിടെ കോശം, അവയവ വ്യവസ്ഥ, ജീവിഗണം, കല, ജീവി, അവയവം, സമുദായം, ജീവി സമുദായം എന്നാണ് നൽകിയിട്ടുള്ളത്. അത് തിരുത്തി എഴുതുമ്പോൾ കോശം, അതിനുശേഷം കലയാണ് വരുന്നത്, പിന്നെ അവയവം, അവയവ വ്യവസ്ഥ, ജീവി, ജീവിഗണം, ജീവി സമുദായം, ഇങ്ങനെയാണ് ശരിയായി എഴുതേണ്ടത്. അടുത്തത് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 6 കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ച് പൂച്ചയുടെ വിവിധ വർഗീകരണ തലങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തി എഴുതാനാണ് ചോദ്യം. ഡൊമൈൻ യൂക്കാരിയയാണ്. അടുത്തതായി കിങ്ഡം അനിമേലിയ, ഫൈലം കോർഡേറ്റ. അടുത്തത് മമേലിയ എന്ന് നൽകിയിട്ടുണ്ട്. മമേലിയ എന്നത് ക്ലാസ് ആണ്. അടുത്തതായി ഓർഡർ കാർണിവോറ, ഫാമിലി ഫെലിഡെ, ജീനസ് ഫെലിസ്, സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്, ഇങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത്. അടുത്ത ചോദ്യം, ആധുനിക കൃഷിരീതികളുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള വിവരങ്ങളെ ശരിയായ രീതിയിൽ പട്ടികപ്പെടുത്തുക. അനുയോജ്യമായ തലക്കെട്ടുകൾ നൽകുക. ഒന്നാമതായി,
ഇവിടെ എ ബി എന്നാണ് തലക്കെട്ടുകളായി ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് പ്രിസിഷൻ ഫാമിങ്ങും രണ്ടാമത്തേത് പോളി ഹൗസ് ഫാമിങ്ങുമാണ് എഴുതേണ്ടത്. ഇവിടെ പ്രിസിഷൻ ഫാമിങ്ങിൽ വരുന്നത് പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുന്നു. കൂടാതെ മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, pH, ജലസാന്നിധ്യം എന്നിവ കൃത്യമായി പഠിച്ച് അനുയോജ്യമായ വിള കണ്ടെത്തുന്നു. അടുത്തത് പോളി ഹൗസ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. താപനിലയും ഈർപ്പനിലയും സ്ഥിരമായി ക്രമീകരിക്കുന്നു. അടുത്തത് സുതാര്യ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കുന്നു. അടുത്തത് ചിത്രീകരണം അനുയോജ്യമായി പൂർത്തീകരിക്കാനാണ്. യോജകകലയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ അസ്ഥികല അതുമായി ബന്ധപ്പെട്ട് ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. അടുത്തത് ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ധർമ്മം. അത് നാരുകലയാണ്. അടുത്തത് രക്തത്തിൻ്റെ ധർമ്മമാണ്. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം. എ കോളത്തിനനുസരിച്ച് BC കോളങ്ങൾ ഉചിതമായി ക്രമീകരിക്കാനാണ് ചോദ്യം. ഇനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, മേഖലകൾ എന്നിവയാണ് നൽകിയിട്ടുള്ളത്. ആദ്യമായി ഇനങ്ങൾ മുഗ, ഉൽപ്പന്നങ്ങൾ പട്ട്, മേഖല സെറികൾച്ചർ. അടുത്തത് കട്ല, മാംസം പിസികൾച്ചർ. അടുത്തത് ഞൊടിയൻ, തേൻ എപ്പികൾച്ചർ. അടുത്തതായി ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. ഹിയർ the odd one is Neeli Devi and others are different goat varieties. Identify the word pair relation and fill up. 6 kingdom classification, Carl Voss. 5 kingdom classification, R.H. Whittaker. Dog, Canis familiaris, and wolf, Canis lupus. Correct the mistake, if any, in the underlined part of the given statement. First statement, scientific cultivation of fruits and vegetables is known as cuniculture. This is wrong. The right answer is horticulture. And the second statement is right. Hints about some organisms are given below. Name the kingdom to which this organism does belong. First one, autotrophic multicellular non-motile organisms. Answer, kingdom Plantae. Unicellular organism with a nucleus, which is kingdom Protista. Next, scientific name of a plant is Mangifera indica. What does the first term and second term refer in the scientific name? The first word Mangifera is the name of genus and the second word indica is the name of species. But write the scientific method of naming of organism. Answer, binomial nomenclature. Observe the figure and answer the questions. Identify the pathogen and write its name. Answer, virus. Which characteristics of these pathogens can speed up the spread of disease that they cause? Answer, virus enters a host cell and multiplies using the contents of the cell. Next question, write 2 main ideas that can be presented in a seminar about the topic. Role of online organizations in agricultural marketing. First one, they get awareness about demand and the cost of products in the market so they can sell products at a profitable price. Next, farmers get an opportunity to share their knowledge and experience among themselves. Next one, select the statements from the given box that are related to the application of microbial fertilizers in agriculture. First one, ensure adequate irrigation and ensure the presence of biofertilizer in the soil.
Next question. A flowchart illustrating the organization of organism is given below. Correct mistakes if any. First one, cell, then tissue, organ system, organism, population, and last community. Next one, complete the table by writing the different taxonomic levels of cat according to the Six Kingdom classification. Domain is Eukarya, kingdom is Animalia, phylum is Chordata, and Mammalia is the class, and the order is Carnivora, and family is Felidae, and genus is Felis, and the species is Domesticus. Tabulate the given information related to the modern farming methods suitably. First one, precision farming and polyhouse farming. Under precision farming, the soil is covered with polythene sheet. Suitable crop is selected by studying the amount of nutrition, pH and water availability in the soil. And next, polyhouse farming, temperature and moisture is constantly regulated. The crop field is completely or partially covered by transparent polythene sheets. Next one, complete the illustration suitably. Bond, protect, support and provide the shape to the body. And the function is connect other tissues, that is fibrous tissue and blood, and it will give conduction of minerals and provide immunity. Arrange column B, C in accordance with column A. Muga, silk, sericulture. Catla, meat, pisciculture. Jodian, honey, apiculture. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.